ദിവ്യ സ്വഭാവമാണ് നമ്മെ രക്ഷിച്ചത്. യേശുവിൻ്റെ ദിവ്യ സ്വഭാവമാണ് ലോകത്തെ പ്രകാശിപ്പിച്ചത്. യേശുവിൻ്റെ പോരിൻ്റെ ആയുധങ്ങളൊന്നും ജഡീകങ്ങളായിരുന്നില്ല. യേശു താഴ്ന്നു കൊടുത്തു. യേശു ദീർഘമായി ക്ഷമിച്ചു. യേശു താഴ്മ ധരിച്ചു. തിരുവചനം പറയുന്നു അത് ആയുധമായിരുന്നു. ലോകത്തിനത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യേശുവിനെ വളരെ ക്രൂരമായി മൃഗീയമായി പീഡിപ്പിക്കുന്നതും യേശു തകർക്കപ്പെടുന്നതൊക്കെയാണ് ലോകം കണ്ടത്. എന്നാൽ പിശാചിൻ്റെ കോട്ടകളെ തകർക്കുവാൻ ദൈവമെടുത്തൊരായുധമായിരുന്നു താഴ്മ. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു മിണ്ടാതിരുന്നു, താഴ്മ ധരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ താഴ്മയാണ് നമ്മെ രക്ഷിച്ചത്. നിങ്ങൾക്ക് താഴാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും. നിങ്ങൾക്ക് താഴാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ദേശത്തെ നിങ്ങൾ രക്ഷിക്കും. താഴ്മ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മെ രക്ഷിച്ചത്? യേശു കർത്താവ് എങ്ങനെയാണ് ആ യുദ്ധം നടത്തിയത്? തന്നെ മൃഗീയമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. യേശു തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ചു. അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത് വലിയ വെളിച്ചമാണ്. ഇരുട്ട് നീങ്ങിപ്പോവുകയാണ്, ഇരുട്ട് ഓടുകയാണ് ദിവ്യ സ്വഭാവത്തിനു മുൻപിൽ. എന്തൊക്കെയാണ് ദിവ്യ സ്വഭാവം? യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ സൗമ്യത, യേശുവിൻ്റെ ക്ഷമ, യേശുവിൻ്റെ മനസ്സലിവ്. പ്രിയപ്പെട്ടവരെ, ദിവ്യ സ്വഭാവത്തെ പ്രാപിക്കണം. അത് നിങ്ങളുടെ സ്വഭാവമാകണം. വലിയ വിടുതലുണ്ടാവും. യേശുവിൻ്റെ കരുണ എത്ര വലുതാണ്! യേശു നമ്മെ സ്നേഹിച്ചത് എപ്പോഴാണെന്നറിയാമോ? നാം പാപികളായിരുന്നപ്പോഴാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ശത്രുക്കളായിരുന്നപ്പോഴാണ് യേശു നമ്മെ സ്നേഹിച്ചത്. സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത്, പ്രാണനെ കൊടുക്കുകയാണ് ചെയ്തത്. ദിവ്യ സ്വഭാവമാണ് നമ്മെ രക്ഷിച്ചത്. ദിവ്യ സ്വഭാവമാണ് ലോകത്തെ രക്ഷിച്ചത്. നിങ്ങൾക്ക് ദിവ്യ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും. ആ നദി ഇങ്ങനെ ഒഴുകി വരികയാ, നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്ന് താണു കൊടുത്താൽ ആ നദി നിങ്ങളിലൂടെ ഒഴുകും. താണു കൊടുക്കുന്നവരിലൂടെ ഒഴുകുന്നത് അല്ലേ? നദി ഒഴുകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഉയർന്ന മലകളിൽ നിന്നാണ് നദി ഒഴുകി വരുന്നത്. വലിയ ചില പാറകളൊക്കെ ആ നദി ഒഴുകുന്ന ആ വഴിക്ക് മുൻപിൽ ഇങ്ങനെ വന്നു നിന്നാൽ, പാറയ്ക്ക് മുകളിലൂടെ നദി ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ പാറയ്ക്ക് മുകളിലൂടെ ഒഴുകില്ല, അതിനെ കവിഞ്ഞൊഴുകില്ല. ആ പാറയ്ക്ക് കീഴെയുള്ളതിനൊന്നും ഒരു വിടുതലുണ്ടാകില്ല. ആ പാറയിൽ തട്ടി ദിശ മാറി ഒഴുകും. നിങ്ങളുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്, സമാധാനം വന്നിട്ടുണ്ട്, സൗഖ്യം വന്നിട്ടുണ്ട്, ജീവൻ വന്നിട്ടുണ്ട്. വിധേയപ്പെട്ടാൽ, താഴ്ന്നു കൊടുത്താൽ കുടുംബത്തിന് വിടുതല, അനുസരിച്ചാൽ വിടുതല, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ വിടുതല. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞാൽ വിടുതല. കുടുംബത്തിന് വിടുതല, സഹോദരങ്ങൾക്ക് വിടുതല. പ്രിയപ്പെട്ടവരെ, ദൈവം ഇറങ്ങി വന്നു. ദൈവം വീട്ടിലേക്ക് വരെ വന്നു.
താൻ കൊടുത്താൽ വലിയ വിടുതലാണ്. നമ്മളൊന്നുമല്ല കേട്ടോ, ഏതും മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസം അത്രേ ഉള്ളൂ. നമ്മൾ ക്ഷണികരാണ്. എന്നാൽ ഇന്ന് പകൽ എത്ര പേർ യേശുവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും? യേശുവിൻ്റെ കൽപ്പനയോട് പ്രതികരിക്കും. അനുസരിക്കുന്ന യാഗത്തിനേക്കാൾ നല്ലതാണ്. ഇത് വിടുതലിൻ്റെ സമയമാണ്. ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ, ആ കതകൊന്ന് തുറന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ വെളിച്ചമുണ്ടാകും. അത് പട്ടണത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി മാറും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.